റൈസ് റിസർച്ച് സ്റ്റേഷൻ വൈറ്റ്ലയിലെ ബയോകൺട്രോൾ ലാബിനെ കുറിച്ചുള്ള ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാകൃത പരിഷ്കാരങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന വിവിധ ബയോകൺട്രോൾ ഏജന്റുകളാണ് ഇവിടെ പഠനത്തിനും ഗവേഷണത്തിനും ഉള്ളത്. ഈ ലാബിലെ അത്ഭുതകരമായ ലോകം കാണാൻ നമ്മൾ ഒരു വഴിവിളക്കായി ഇതിന്റെ ഭാഗമാകാം. ഇൻക്യുബേഷൻ റൂം ബയോകൺട്രോൾ ഏജന്റുകളായ ട്രൈക്കോഡർമ, ലെക്കാനിസീനിയം ലെക്കാനി, അതുപോലെ തന്നെ കിങ്സ് ബി മീഡിയ പോലുള്ള മീഡിയകളെയും അനുയോജ്യമായ താപനിലയിൽ ഇൻക്യുബേഷൻ റൂമിൽ സംരക്ഷിക്കുന്നു. ട്രൈക്കോഡർമ രോഗനിയന്ത്രണം മാത്രമല്ല, സസ്യവളർച്ചയും മുളയ്ക്കലും ത്വരിതപ്പെടുത്താൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. തെങ്ങിലെ ചെന്നീരൊലിപ്പ്, കുരുമുളകിലെ ദ്രുതവാട്ടം, പയറിലെ വാട്ടരോഗം, കടച്ചിയൽ, വഴുതനയിലെ തൈച്ചിയൽ എന്നിവയ്ക്കെതിരെ ഫലപ്രദമാണ്. വിളകൾക്ക് നൽകേണ്ട ജൈവവളം എപ്പോഴും ട്രൈക്കോഡർമ വളർത്തി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു മിത്രകുമിളമാണ് ലെക്കാനൈസീലിയം ലെക്കാനി. മുഞ്ഞകൾ, ശൽക്കകീടങ്ങൾ, വെള്ളീച്ചകൾ, ഇലപ്പേനുകൾ, നീലിമൂട്ടകൾ മുതലായ കീടങ്ങളുടെ നിയന്ത്രണത്തിന് സഹായിക്കുന്ന മിത്രകുമിളമാണ് ലെക്കാനിസീലിയം ലെക്കാനി. ബയോകൺട്രോൾ ഏജന്റുകളായ മെറ്റാറൈസിയം, ട്രൈക്കോഡർമ, ബേസിലസ് എന്നിവയുടെ മദർ കൾച്ചറാണ് വീഡിയോയിൽ കാണുന്നത്. കൊമ്പൻ ജെല്ലി, മത്തൻ വണ്ടുകൾ, വേരുതീനിപ്പുഴു, പച്ചത്തുള്ളൻ, ചിതൽ എന്നിവയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു മിത്രക്കുമിളാണ് മെറ്റാറൈസിയം അനൈസോപ്ലിയെ. ഇനി ഇവിടത്തെ ഫെറമോൺ ട്രാപ്പ് പ്രൊഡക്ഷൻ റൂം പരിചയപ്പെടാം. ഫെറമോണുകൾ ഉപയോഗിച്ച് പ്രാണികളെ ആകർഷിച്ച് നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു തരം പ്രാണികളുടെ കെണികളാണ് ഫെറമോൺ കെണികൾ. ഇവിടെ പ്രധാനമായും വെള്ളരി വർഗ്ഗ പച്ചക്കറികളിലെ കായ്ച്ചകളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ക്യൂലൂർ ഫെറമോൺ കെണികളാണ് നിർമ്മിക്കുന്നത്. ഒരു ഏക്കറിൽ 10 മുതൽ 12 കെണികൾ എന്ന അനുപാതത്തിലാണ് ക്യൂലൂർ ഫെറമോൺ കെണികൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് ദ്രാവക രൂപത്തിലുള്ള സൂഡോമോണാസ്. കുമിൾ രോഗങ്ങൾക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ള അയർ എന്ന സെക്കൻഡറി ആൻഡ് മൈക്രോ ന്യൂട്രിയൻ മിക്സ്ചറിൻ്റെ ഉൽപ്പാദനവും ഇവിടെയുണ്ട്. അയറിൽ പ്രധാനമായും കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ എന്നിവ അടങ്ങിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു മൾട്ടിന്യൂട്രിയൻ മിശ്രിതമാണ് സമ്പൂർണ്ണ. ഇതിൽ മൈക്രോന്യൂട്രിയന്റുകളായ സിങ്ക്, കോപ്പർ, ബോറോൺ, മോളിബ്ഡിനം എന്നിവ അടങ്ങിയിട്ടുണ്ട്. മൈക്രോബിയൽ കൺസോർഷ്യം എന്ന് പറയുന്നത് വിവിധ ബാക്ടീരിയ, ഫംഗസ്, ആൽഗി തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ കൂട്ടായ്മയാണ്. ഇത് PGPR പാക്ക് ചെയ്യുന്ന സ്ഥലം. 500 ഗ്രാം വീതമാണ് ഓരോ പാക്കറ്റിലും നിറയ്ക്കുന്നത്. പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നം നന്നായി സീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഗുണനിലവാരത്തെ സംരക്ഷിക്കുന്നു. രാസവളങ്ങളുടെ നിരന്തരമായ ഉപയോഗം മണ്ണിന്റെ ഫലപുഷ്ടി കുറയ്ക്കുകയും വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള പോഷക ഘടകങ്ങൾ ലഭ്യമാക്കാനുള്ള മണ്ണിന്റെ കഴിവ് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് ബയോകൺട്രോൾ ഏജൻസും ബയോ ഫെർട്ടിലൈസേഴ്സിന്റെ പ്രാധാന്യം ഉയർന്നു വരുന്നത്. ഈ വീഡിയോയിലൂടെ കേരള കാർഷിക സർവകലാശാലയുടെ നെല്ല് ഗവേഷണ കേന്ദ്രം വൈറ്റിലയിലെ ബയോകൺട്രോൾ ലാബിന്റെ പ്രവർത്തനങ്ങളും സംഭാവനകളും പരിചയപ്പെടുത്തി. നമ്മുടെ കാർഷിക മേഖലയെ സമ്പന്നമാക്കാൻ ഈ ഗവേഷണ കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു.